എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനങ്ങളെല്ലാം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഉത്തരവിട്ടത് DGCA ആണ്. ഇത് സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടിരിക്കുന്നത്. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്തിൽ കർശന പരിശോധന ഇനി ഉണ്ടാവും എന്നുള്ളതാണ് വിവരം. 30 വർഷം ബോയിങ്ങിലെ ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയറായിരുന്ന ജോൺ ബാർനെറ്റ് അടക്കം സുരക്ഷാ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉൽപാദന വേഗം കൂട്ടാനുള്ള സമ്മർദ്ദത്തിൽ നിലവാരം കുറഞ്ഞ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു ബോയിങ്ങിനെതിരെ. വിവിധ ഭാഗങ്ങൾ പലയിടത്ത് നിർമ്മിച്ച് കൂട്ടിയോജിപ്പിക്കുമ്പോൾ വിടവുകൾ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഇത് തേയ്മാനം വർദ്ധിപ്പിക്കുമെന്നും വിമാനത്തിൻ്റെ ആയുസ് കുറയ്ക്കുമെന്നുമൊക്കെയുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. ചെലവ് കുറയ്ക്കാൻ ബോയിങ് ശ്രമിച്ചു, പക്ഷേ പഴകുമ്പോൾ അപകടത്തിൽ കലാശിക്കും എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. വിമാനത്തിലെ ഓക്സിജൻ ക്രമീകരണ സംവിധാനങ്ങളിൽ തകരാറ് ഉണ്ട് എന്നുമാണ് ബാർനെറ്റ് പറയുന്നത്. ഇന്ധന ചോർച്ച, സിഗ്നൽ നഷ്ടമാകൽ, കോക്പിറ്റിലെ വിൻഡോ സ്ക്രീൻ തകർച്ച, പൈലറ്റ് സീറ്റിലെ പ്രശ്നങ്ങൾ, പൈലറ്റിന് തെറ്റായ വിവരങ്ങൾ ലഭിക്കൽ തുടങ്ങിയ കുഴപ്പങ്ങൾ പറയുന്നു. പരാതി ഉയർന്നതോടെ 2021 മുതൽ 2 വർഷത്തേക്ക് ഡ്രീം ലൈനറുകൾ പുറത്തിറക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്തിരുന്നതാണ്. ഇന്നലെ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് 11 വർഷം മാത്രമാണ് പഴക്കമുള്ളത് എന്നതുകൂടി ഓർക്കണം. സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും പ്രതിസന്ധി സൃഷ്ടിച്ചത് ബോയിങ് സ്റ്റാർലൈനർ പേടകമായിരുന്നു എന്നതിപ്പോൾ ഓർക്കണം. ബോയിങ് ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ട് നിൽക്കുകയാണ് എന്നതും. സ്റ്റാർലൈനർ ദൗത്യത്തിൻ്റെ തുടക്കം മുതൽ പിഴവുകൾ കണ്ടെത്തിയിരുന്നു. ബോയിങ് സ്റ്റാർലൈനർ പിഴവുകളെ തുടർന്ന് ബഹിരാകാശത്ത് ഇരുവരും 9 മാസമാണ് കുടുങ്ങിയത്. അവസാനം സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ അയച്ചാണ് ഇരുവരെയും തിരിച്ചെത്തിച്ചത്.